ഏവർക്കും സ്നേഹവന്ദനം. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു സംഭവമായിരിക്കുമെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ പലരും അത് മറ്റുള്ളവർക്കൊക്കെ ഫോർവേഡ് ചെയ്യുകയും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമന്റുകൾ എഴുതുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതും നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം. കൂടാതെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത സെഷന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് വരുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലാണ് യേശു കർത്താവ് തന്റെ ശിഷ്യഗണവുമായിട്ട് ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ശിഷ്യഗണം യേശുവിനെ ആ മനോഹരമായ ദേവാലയത്തിന്റെ പണികളെയൊക്കെ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അത് കണ്ടിട്ട് യേശു കർത്താവരോട് പറയുകയാണ്, ഈ ദേവാലയം കാണുന്നില്ലേ, ഇതിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. അപ്പോൾ അവര് 3-ാം വാക്യത്തിൽ ചോദിക്കുകയാണ്, ഒലിവുമലയിൽ യേശുവും ശിഷ്യന്മാരും കൂടെ എത്തിയ സമയത്ത് യേശുവിനോട് വന്ന് ചോദിക്കുകയാണ്, എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? അപ്പൊ അതിന്റെ മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴാണ് യേശു പറഞ്ഞായിട്ടുള്ള ദേവാലയത്തിന്റെ നശീകരണം സംഭവിക്കുക? അതറിയാനുള്ള കാംക്ഷയോടുകൂടിയാണ് ശിഷ്യഗണം യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചത്. യേശു അതിനെ വളരെ കൃത്യമായിട്ട് ഒരുപാട് വിവരണങ്ങൾ 4-ാം വാക്യം മുതൽ താഴോട്ട് കൊടുക്കുന്നുണ്ട്. അത് സംഭവിച്ചോ എന്നുള്ളത് നമുക്ക് ആദ്യമേ ഒന്ന് ചരിത്രപരമായിട്ട് പരിശോധിക്കാം. അപ്പം വിശുദ്ധ ബൈബിളിന്റെ ഒരു പ്രത്യേകത, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സംഭവിച്ചു കഴിഞ്ഞതുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി സംഭവിക്കാനായിട്ടുള്ളതുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളും ഒരുപോലെ കോർത്തിണക്കിയിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് നമുക്ക് അതിലെ സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, AD 70 വലിയ ഒരു ഉപരോധം യെരുശലേം എന്ന് പറയുന്നതായിട്ടുള്ള നഗരത്തിന്റെ മീതെ അന്നത്തെ നീറോ ചക്രവർത്തി നടത്തിയത്. AD 68 അന്നത്തെ നീറോ ചക്രവർത്തി പെട്ടെന്ന് മരിക്കാനിടയായി. ആ സമയത്ത് വെസ്പേഷ്യൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രൊക്കുറേറ്റർ ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം യെരുശലേമിന്റെ അടുക്കലേക്ക് വരികയും യെരുശലേമിനെ ഉപരോധിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ നീറോയുടെ മരണത്തോടുകൂടെ അദ്ദേഹം മടങ്ങി റോമിലേക്ക് പോവുകയും അവിടെ റോമിൽ അദ്ദേഹം ചക്രവർത്തിയായിട്ട് അവരോധിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ഈ വെസ്പേഷ്യന്റെ മകൻ ടൈറ്റസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പടനായകൻ ഉണ്ടായിരുന്നു. ഈ പടനായകന് അദ്ദേഹം ഒരല്പം ക്രാക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ജോസിഫസ് എഴുതിയിരിക്കുന്നത്. യഹൂദന്മാരുടെ ചരിത്രകാരനാണ്. അതുപോലെ ടൈക്കസും ഒക്കെ അതിനെക്കുറിച്ച് വിവക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈറ്റസിനോട് ആരോ പറഞ്ഞു കൊടുത്തു, യെരുശലേം ദേവാലയം പണിതിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള വിലപിടിപ്പുള്ള രത്നങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ പൊന്നുകൊണ്ടും ഒക്കെയാണെന്നുള്ളത്. ദേവാലയ പണിയുടെ വിവരണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ദിനവൃത്താന്ത പുസ്തകം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. തനാക്കിൽ തന്നെയുള്ളതാണ്. തോറാനാബി കത്തൂബ്യം, പഴയ നിയമം എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കും. ആ പഴയ നിയമത്തില് 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിലാണ് ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ദാവീദ് രാജാവ് വട്ടം കൂട്ടിയതിനെ കുറിച്ചൊരു സംക്ഷിപ്ത വിവരണം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും. അപ്പൊ അത്ര വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടാണ് ദേവാലയം പണിതിരിക്കുന്നത്. ദാവീദ് തന്റെ കുടുംബത്തിൽ നിന്ന് കൊടുത്തു, അരമനയിൽ നിന്ന്, തന്റെ ഭണ്ഡാരഗ്രഹത്തിൽ നിന്ന് കൊടുത്തു. താൻ രാജാവായിരുന്നു അന്ന് ഇസ്രായേലിന്റെ. അപ്പോൾ തന്റെ രാജകൊട്ടാരത്തിൽ നിന്നുള്ള ഏറ്റവും വിലപിടിപ്പുള്ളതൊക്കെ കൊടുത്തു. കൂടാതെ അന്നത്തെ പ്രഭുക്കന്മാര് അവർക്കും കഴിയുന്നൊക്കെ, അവരാൽ കഴിയുന്ന പൊന്നും അതേപോലെ തന്നെ വെള്ളി, താമ്രം, ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും കൊടുത്ത് അതെല്ലാം വട്ടം കൂട്ടി ഒർന്നോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വില കൊടുത്ത് ദാവീദ് വാങ്ങിയ സ്ഥലത്താണ് യെരുശലേം ദേവാലയം പണിതിരിക്കുന്നത്. അത് യെബൂസ്യരുടെ ഒരു ദേശമായിരുന്നു. അതിനെ ദാവീദും കൂട്ടരും കൂടെ ചെന്ന് പിടിച്ചെടുത്തായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ഒർന്നോന്റെ ആ കളം എന്ന് പറഞ്ഞാൽ ഒർന്നോന്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിന് വില കൊടുത്ത് ദാവീദ് വാങ്ങി. ആ സ്ഥലത്താണ് ശലോമോൻ എന്ന് പറയുന്ന ദാവീദിന്റെ മകൻ ദേവാലയം പണിയുന്നത്. മനോഹരമായിട്ടുള്ള കൈനികളാണ്. അപ്പൊ അതിന് എല്ലാ വിധത്തിലുള്ള ഐഡിയകളും സ്വർഗീയ കർത്താവ് തന്നെ കൊടുത്തു. അതിന്റെ വലിപ്പം, അതിന്റെ വിസ്താരങ്ങൾ എല്ലാം തന്നെ കർത്താവ് കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പണിയുകയാണ്, മനോഹരമായിട്ട് പണിയുകയാണ്. അങ്ങനെ പണിതു കഴിഞ്ഞിട്ട് ആ ദേവാലയത്തിൽ ഓരോ കല്ലുകളും വളരെ മനോഹരമായി കൊത്തി ഉണ്ടാക്കിയ കല്ലുകളാണ്. 40 വർഷം കൊണ്ടാണ് പണിതിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പണിതായിട്ടുള്ള ആ ദേവാലയത്തിലെ കല്ലിന്റെ ഉള്ളിൽ വിലപിടിപ്പുള്ള താമ്രവും അതേപോലെ തന്നെ പൊന്നുകളും ഒക്കെ വെച്ചിരുന്നു എന്നുള്ളത് ഈ ടൈറ്റസ് എന്ന് പറയുന്ന വ്യക്തിയോട് ആരോ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ടൈറ്റസ് അന്ന് തൻ്റെ അപ്പൻ ചക്രവർത്തി ആയിരിക്കുന്ന റോമിലെ ഭണ്ഡാരത്തിൽ കാശുണ്ടാക്കുവാനും മാത്രമല്ല ഇസ്രായേൽ ജനത്തെ എന്നേക്കുമായിട്ട് ചിതറിച്ച് കളഞ്ഞ് അവരെ ഇല്ലായ്മ ചെയ്യുവാനും വേണ്ടിയിട്ട് അവരോടൊരു കാര്യം പറഞ്ഞു, ഈ ദേവാലയം നശിപ്പിക്കുന്നതിനെ കുറിച്ച്. അങ്ങനെ അവര് ഈ ടൈറ്റസും പടയാളികളും കൂടെ വന്ന്
റോമൻ പടയാളികളും കൂടെ വന്ന് ഈ ദേവാലയം നശിപ്പിക്കുകയാണ്. നശിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ആരോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കല്ലുകളും എടുത്തു മാറ്റി പരിശോധിച്ച് അതിനകത്ത് പറ്റിപ്പിടിച്ചിരുന്നതായിട്ടുള്ള പൊന്നുകളും വിലപിടിപ്പുള്ള രത്നങ്ങളും ഒക്കെ ഉരുക്കി അത് തൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ട് ഇടയായിത്തീർന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായിട്ടുള്ള ആ കാര്യം, ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം യെരൂശലേം ദേവാലയം ഇടിഞ്ഞ് പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ സംഭവിച്ചു. AD 70 അത് ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ യേശു പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളും സംഭവിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ യേശു ഈ കാര്യങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം ദേവാലയത്തിലെ അതിന്റെ നശീകരണത്തെ കുറിച്ചുള്ളത് പറഞ്ഞ് 35 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ ദേവാലയ നശീകരണം സംഭവിച്ചിരിക്കുന്നത്, AD 70. അപ്പോൾ ഇനി സംഭവിക്കാനായിട്ടുള്ളത് യേശു ക്രിസ്തുവിന്റെ വരവും അതോടൊപ്പം തന്നെ ലോകാവസാനമാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. അതിനകത്ത് യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്നത് ഇതേ അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്, രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യത്തിനായി പ്രസംഗിക്കപ്പെടുമ്പോഴാണ്, എല്ലാ മനുഷ്യരും ഈ സുവിശേഷം കേട്ട് കഴിയുമ്പോഴാണ് യേശുവിന്റെ വരവ് സമാഗതമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കർത്താവ് തന്റെ സഭയെ നിയോഗിച്ചതായിട്ടുള്ള ഏറ്റവും വലിയ നിയോഗം. മറ്റൊരു നിയോഗവും സഭയ്ക്കില്ല. വാസ്തവത്തിൽ സഭയുടെ നിയോഗം എന്ന് പറയുന്നത് സുവിശേഷം അഥവാ പ്രേക്ഷിത ദൗത്യമാണ്. സകല ജാതികളെയും തൻ്റെ മക്കളാക്കി, ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്ന ഒരു പ്രവർത്തന പന്ഥാവും മാത്രമേ സഭയ്ക്ക് കർത്താവ് കൊടുത്തിട്ടുള്ളൂ, മറ്റൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അതിന് വേണ്ടുന്ന ഊർജമാണ് സഭ കൂടി വരേണ്ടത്. സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷീകരണമാണ്. ഈ അടുത്ത സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ശശികല ടീച്ചറെ പറയുകയുണ്ടായി, കോൺസ്റ്റന്റീൻ ചക്രവർത്തിയാണ് ഈ സുവിശേഷം പറയാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്ന്. ടീച്ചറുടെ അറിവിന്റെ പാപ്പരത്വം പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കൂടെ അതിന്റെ ആ പാപ്പരത്വത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തുകയാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒന്നും സുവിശേഷത്തിന് യോഗ്യനായിട്ടല്ല ജീവിച്ചതും പറഞ്ഞതും പ്രവർത്തിച്ചതും. അത് ആദ്യമേ ടീച്ചർ മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലല്ല കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഉണ്ടായിരുന്നത്. ചരിത്രം പോലും ടീച്ചർക്ക് അറിയത്തില്ലെങ്കിലും ടീച്ചർ അധ്യാപികയായി എന്നുള്ളതാണ്, അധ്യാപികയാക്കി എന്നുള്ളതാണ് സർക്കാർ താങ്കളോട് ചെയ്ത ഏറ്റവും വലിയ അപരാധമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, യേശു ക്രിസ്തു ആണ് പറഞ്ഞത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളോടും സുവിശേഷം അറിയിക്കണമെന്നുള്ളത്. അത് സുവിശേഷീകരണം എന്നുള്ള സഭയുടെ ദൗത്യമാണ്. അപ്പം ടീച്ചർ ചോദിക്കുന്നു, സുവിശേഷം എന്താണ്? ടീച്ചറെ, സുവിശേഷം എന്ന് പറയുന്നത് നല്ല വാർത്ത എന്നാണ്. നല്ല വാർത്ത, സ്വർഗീയമായിട്ടുള്ള വാർത്ത, ദൈവത്തിൽ നിന്നുള്ള വാർത്ത, മനുഷ്യൻ കേൾക്കുവാൻ കൊതിക്കുന്ന ഒരു വാർത്ത. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കാതെ ഇരിക്കുമ്പോൾ ദൈവം അവന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്തിരിക്കുന്നു. അതാണ് ഏവൻഗേലിയോൻ, സുവിശേഷം, സദ്വാർത്ത, സുവാർത്ത എന്നൊക്കെ ഞങ്ങൾ പറയുന്നത്. ദൈവം ടീച്ചറെയും സ്നേഹിച്ച് ദൈവത്തിന്റെ മകളാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ആ വലിയ വാർത്ത. അതിനുവേണ്ടി ദൈവ മകളാകാൻ വേണ്ടി ടീച്ചർ ഒന്നും വില കൊടുക്കണ്ട. ടീച്ചർക്ക് വേണ്ടി ദൈവം തമ്പുരാൻ വില കൊടുത്തു. എന്താണത്? യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. ആ മരണത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാൽ ടീച്ചറുടെ പാപത്തിന് പരിഹാരം വന്ന് ടീച്ചർക്കും ദൈവമകളായി തീരാൻ കഴിയും. ഇതാണ് സുവിശേഷം. ഈ സദ്വർത്തമാനം മാത്രമാണ് സഭ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വിശ്വസിക്കുന്നവരെ വളർത്തിയെടുക്കുവാനും അവരിലുണ്ടാകുന്ന രൂപാന്തരം അല്ലെങ്കിൽ മാറ്റങ്ങൾ, അവരിലുണ്ടാകുന്ന പരിവർത്തനങ്ങൾ, മാനസികമായിട്ടുള്ള എലിവേഷൻ, അതേപോലെ സോഷ്യൽ അപ്ലിപ്മെന്റ്, ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അസൂയ കൊണ്ടാണ് നിങ്ങൾ ഈ ശൂലം കൊണ്ട് ഞങ്ങളുടെ നേരെ വരുന്നത്. അപ്പൊ ടീച്ചർ ഒരു കാര്യം മനസ്സിലാക്കണം, അല്ലെങ്കിൽ ടീച്ചറെ പോലുള്ള ബജരംഗദാളിന്റെയും PhD
PHP-യുടെ ഒക്കെ പ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സദ്വർത്തമാനം നിങ്ങൾക്കും കൂടെ ഉള്ളതാണ്, നിങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ യേശു വീണ്ടും വരും. എന്തിനാണ്? തന്നിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള എല്ലാവരെയും സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ. ഈ സ്വർഗം എവിടെയാണ്? സ്വർഗത്തിന്റെ അവസ്ഥകൾ എന്താണ്? സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ നമ്മൾ ഇന്ന് ഇവിടെ കാണുന്ന ലോകത്തിന്റെ രീതിയിലുള്ള ഒരു ജീവിത നിലവാരങ്ങളല്ല. കാരണം ഈ ശരീരം, നമ്മുടെ ഈ മർത്യ ശരീരം ഉണ്ടല്ലോ, ഈ മർത്യ ശരീരം, ഇതിനെ മർത്യ ശരീരം നമ്മൾ വിളിക്കുന്നില്ലേ? കാരണം എന്താണ്? ഇത് മണ്ണിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. നമുക്ക് നിങ്ങളൊക്കെ കേട്ടുള്ളതുപോലെ ഞങ്ങൾ ഈ സംസ്കാരമൊക്കെ നടത്തുന്ന സമയത്ത് മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവനെ തിരികെ അയക്കുന്ന സമയത്ത് ഒരു പിടി മണ്ണൊക്കെ ഇട്ട് നമ്മൾ അവരെ സംസ്കരിച്ചു വിടും. എന്നാൽ ഈ ശരീരത്തിന് പകരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഒരു സ്വർഗീയ ശരീരമുണ്ട്. അതിനെ വിൺ ശരീരം എന്നാ പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മർത്യ ശരീരം പാപപങ്കുലമാണ്. ഇതിനകത്ത് പാപം ചെയ്യാനുള്ള പ്രേരണയും പാപത്തിന്റെ ആയിട്ടുള്ള അവസ്ഥകളുമുണ്ട്. നമ്മൾ ഇച്ഛിക്കാത്ത പാപം ചെയ്യുന്നതിന്റെ കാരണം നമ്മളിൽ ഈ ജഡ വളരെയധികം പ്രവർത്തിക്കുന്നതുള്ളതാണ്. എന്നാൽ ഇതിന് പകരമായിട്ട് സ്വർഗീയ ശരീരം വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ജഡികമായ ചിന്തകളല്ല. അപ്പൊ പിന്നെ സ്വർഗത്തിൽ നമുക്ക് കല്യാണം നടക്കുകയില്ല, സ്വർഗത്തിൽ പിന്നെ ഊറികളും ഇല്ല എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞോണം. അവിടെ യഥാർത്ഥ സ്വർഗത്തിൽ കർത്താവായ യേശുക്രിസ്തു വിഭാവനം ചെയ്തിരിക്കുന്ന മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ അവിടെ ഹൂറികളില്ല, അവിടെ കള്ളുഷാപ്പില്ല, അവിടെ മദ്യപ്പുഴയില്ല, അവിടെ മറ്റ് യാതൊരു വിധത്തിലുള്ള മ്ലേച്ഛതയുമില്ല, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾ പോലുമില്ല. അവിടെ സ്വർഗീയമായിട്ടുള്ള കർത്താവിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വെളിച്ചമായിരിക്കുന്നവൻ, ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു നമ്മളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രകാശത്തിലായിരിക്കും നമ്മൾ എപ്പോഴും ജീവിക്കുന്നത്. എന്തൊരു ആനന്ദകരമായ അവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു സ്വർഗീയ ശരീരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ അതിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് ക്രിസ്തുവിന്റെ വരവെങ്കിൽ നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയും കർത്താവിനെ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുകയും ചെയ്യും. 25-ാം അധ്യായത്തിൽ വിശുദ്ധ മത്തായി സുവിശേഷകൻ എഴുതി വെച്ചിരിക്കുന്നത് കർത്താവായ യേശുവിനെ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നമ്മൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. കർത്താവ് തമ്പുരാൻ വളരെ കൃത്യമായിട്ട് തന്റെ സുവിശേഷങ്ങളിലൂടെ, ഏവൻഗേലിയോനിലൂടെ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിറ്റും തിന്നും കുടിച്ചും ഒക്കെ ഇരുന്നിട്ട് മനുഷ്യപുത്രന്റെ വരവെങ്കിൽ നിങ്ങൾ തള്ളപ്പെടുവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ചില ആളുകളൊക്കെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയിട്ടെന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിനെ അറിയാത്തവരും ക്രിസ്തു അറിയാത്തവരുമായിട്ടുള്ള ആളുകൾ, അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, എന്നെ ഇന്ന് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ അറിയുകയും വിശേഷാൽ ദൈവം നിങ്ങളെ അറിയുകയും ചെയ്തിട്ടുണ്ടോ? ആ ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കണം. കാരണം വിശുദ്ധ ബൈബിളിൽ പഠിപ്പിക്കുന്ന വലിയൊരു പഠിപ്പീരുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടാകണം എന്ന് കർത്താവ് തമ്പുരാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ പേര് നമുക്ക് അവിടെ ലഭിക്കുന്നത്, നമ്മുടെ പേര് എഴുതാൻ കഴിയുന്നത്? അതിനെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവകാശമുണ്ട്. അപ്പൊ ആ ദൈവമക്കളാകുന്നവരുടെ പേരെഴുതുന്നതാണ് ജീവപുസ്തകം. അപ്പൊ ആ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാം. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ അടുത്ത സമയത്ത് കാലം ചെയ്തായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായിരുന്ന അഭിവന്യ മാർ അപ്രേം തിരുമേനി, സ്കൽദയ സുറിയാനി സഭയുടെ അഖില ലോക മെത്രാപ്പൊലിത്ത ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പുസ്തകം എനിക്ക് വളരെ ഇഷ്ടമുള്ള പുസ്തകമാണ്. ദ ബിഷപ്പ് ജോക്സ് ആൻഡ് അതേഴ്സ് എന്നും പറഞ്ഞിട്ട്, ബിഷപ്പിന്റെ തമാശകളും മറ്റുള്ളവരുടെയും എന്ന് പറഞ്ഞ മനോഹരമായ ഒരു പുസ്തകം. ഞാനത് വായിച്ച് ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. അതിനകത്തൊരു സംഭവം പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മത്തായി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു ഇറച്ചി വെട്ടുകാരനായിരുന്നു, മാടുകളെയൊക്കെ കൊല്ലുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തെ അടക്കം ചെയ്യാനായിട്ട് അച്ഛൻ വന്നു, പള്ളിയിൽ അച്ഛൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ മകൻ ജോണിയോട് പറഞ്ഞു, പോലത്തെ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, എൻ്റെ അല്ല കേട്ടോ. ജോണിയോട് പറഞ്ഞു, എടാ ജോണി, നിന്റെ അപ്പൻ ഒരുപാട് മാടുകളെയൊക്കെ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒറ്റ അടിക്കൊക്കെ നിന്റെ അപ്പൻ അങ്ങ് സ്വർഗത്തിൽ എത്തുകയല്ല. അപ്പൊ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അച്ഛാ എന്തോ ചെയ്യണം? പറഞ്ഞു, നിന്റെ അപ്പൻ പർഗട്ടറിയിലായിരിക്കും, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കും,
അവിടെ നിന്ന് നിന്റെ അപ്പനെ സ്വർഗത്തിലേക്ക് കയറ്റണമെങ്കിൽ കുറഞ്ഞത് ഒരു 10 ഒപ്പീസ് 10 കുർബാനയെങ്കിലും ചൊല്ലണം. ജോണി ചോദിച്ചു, അതിനെന്താ എന്നാ ചെലവ് വരുമെന്ന് ചോദിച്ചു. 500 രൂപ ചെലവ് വരുമെന്ന് പറഞ്ഞു. ജോണി ഒരു 250 രൂപ അഡ്വാൻസ് ആയിട്ട് ഈ അച്ഛൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ ചൊല്ലിക്ക് ബാക്കി ഞാൻ പിന്നെ തന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് പിന്നെ ജോണി പള്ളിയിൽ നിന്നും വരികയല്ല, അപ്പന്റെ പണിയൊക്കെ എടുത്ത് ജോണി ഇങ്ങനെ ചില പാർട്ടീസൊക്കെ അടിച്ച് ഈ മാടിനെയൊക്കെ വെട്ടി ഇങ്ങനെ ജീവിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അച്ഛൻ അതിലെ വരുന്ന ഇവന്റെ മാടിനെ വെട്ടുന്ന കടയുടെ ഇറച്ചിക്കടയുടെ മുമ്പിൽ വന്നു, ബൈക്ക് നിർത്തിയിട്ട് പറഞ്ഞടാ ജോണി, നീ ആ ബാക്കി കാശ് തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ജോണി ചോദിച്ചു, അച്ഛാ ഇപ്പൊ എന്റെ അപ്പൻ എവിടെ എത്തിന്ന് ചോദിച്ചു. എടാ നിന്റെ അപ്പൻ പർഗട്രിയില് ശുദ്ധീകരണ സ്ഥലത്ത് ഇങ്ങനെ മുട്ടയിൽ എഴയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജോണി ചില തണ്ണി അടിച്ചിട്ട് നിൽക്കുകയായിരുന്നു. ജോണി പറഞ്ഞു, അത് മതി അച്ഛാ, ഇനിയും ചൊല്ലണ്ട, അച്ഛൻ ചൊല്ലണ്ട, ചൊല്ലിയോ മതി, അത്രയായില്ലേ. നമ്മളെടാ ബാക്കി ചൊല്ലിയില്ലെങ്കിൽ സ്വർഗത്തിൽ കയറുകയല്ല. അപ്പൊ പറഞ്ഞു, എന്റെ അച്ഛാ, എന്റെ അപ്പനെ എനിക്കറിയുന്ന പോലെ അച്ഛൻ അറിയത്തില്ലല്ലോ. എന്റെ അപ്പൻ മുട്ടയിൽ എഴയാൻ തുടങ്ങിയാൽ എങ്ങനെയായാലും പിടിച്ച് അങ്ങ് അപ്പുറത്ത് കയറിക്കോളും, അച്ഛൻ ഇനിയും ചൊല്ലണ്ട. പ്രിയമുള്ളവരെ, മെത്രാപ്പോലീത്ത എഴുതിയിരിക്കുന്ന ഈ കഥയിൽ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. നമ്മൾ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്ന് ധന്യനായ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു. അതുകൊണ്ട് എനിക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ ക്രിസ്തുവിന്റെ വരവിങ്കൽ ക്രിസ്തുവിനെ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിൽ കാണപ്പെടുമോ?